ഹായ് ഫ്രണ്ട്സ്, ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മോരുകറിയാണ്. കുമ്പളങ്ങ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മോരുകറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കുക്കർ എടുത്ത് വയ്ക്കുക. കുക്കറിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് മൂന്ന് പച്ചമുളക്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് വേകട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, ഒരു നുള്ളു ജീരകം, അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പളങ്ങയൊന്ന് വെന്തോ നോക്കാം. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുമ്പളങ്ങ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ആ എടുത്ത് മാറ്റിയ കുമ്പളങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തൈര് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു കവറ് തൈരാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വറയിടുന്നതിന് ആവശ്യമായിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ എന്നിവ നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് വറ്റൽമുളക് 3 എണ്ണം ചെറുതായി കീറിയത്, ഒരു 10-12 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് മോര് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മളുടെ മോര് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചാറുകറി വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.